Okay, good morning. All of you mark your attendance. Mark your attendance. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സമ്മാനപ്പെട്ടി എന്ന പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവരെ യൂട്യൂബ് ക്ലാസ് കാണണേ, ഒരു പാഠം അങ്ങനെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കാണണേ. ഇനി ഉത്തരം കണ്ടെത്തുകയാണ്. ഉള്ളിൽ പരസ്പരം മത്സരവും കണ്ടോ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്കില് എത്രയാ? 33, പേജ് നമ്പർ 33 എടുത്തോ എല്ലാവരും? അപ്പൊ ഉള്ളിൽ സമ്മാനപ്പെട്ടി എന്ന പാഠത്തിന്റെയാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഒന്നുകൂടി പറഞ്ഞത്. ഉള്ളിൽ പരസ്പരം മത്സരവും ആക്ഷേപവും ഉണ്ടായിരുന്നത് ആർക്കാണ്? സാമൂതിരിക്കും കോലത്തിരിക്കുമായിരുന്നു എന്ത്? ഉള്ളിൽ പരസ്പരം ആക്ഷേപവും മത്സരവും ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കോലത്തിരി സാമൂതിരിയെ കളിയാക്കിയത് എങ്ങനെയാ? വെരി ഗുഡ്, നല്ല മനസ്സിലായിട്ടുണ്ടല്ലോ. ഇന്ന് ഈ ആൻസർ ഒക്കെ നല്ല ബൈഹാർട്ടാണല്ലോ. ഓക്കെ. അപ്പോ സാമൂരി കുത്തുമോ എന്ന് ചോദിച്ചാണ് കളിയാക്കിയത്. പാഠം നല്ലപോലെ ബൈഹാർട്ട് ആയിട്ടുണ്ട് അല്ലെ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കോലത്തിരിയുടെ ആക്ഷേപത്തിന് സാമൂതിരിയുടെ മറു ചോദ്യം എന്തായിരുന്നു? കോലത്തിരി കത്തുമോ എന്നായിരുന്നു സാമൂതിരിയുടെ മറുചോദ്യം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? കോലത്തിരി സാമൂതിരിയോട് പ്രതികാരം ചെയ്തത് എങ്ങനെയായിരുന്നു? എങ്ങനെ എഴുതണത്? വിശേഷമായ ഒരു പെട്ടി സമ്മാനമായി കൊടുത്തയച്ചു. പെട്ടി നിറയെ വെടിമരുന്ന്. പെട്ടി തുറന്നാലുടനെ വെടിമരുന്നിന് തീപിടിച്ച് പെട്ടി തുറക്കുന്ന ആളുടെ ദേഹവും മുഖവും ഒക്കെ കരിഞ്ഞു ഇങ്ങനെയാണ് കോലത്തിരി സാമൂതിരിയോട് പ്രതികാരം ചെയ്തത് അല്ലേ? ആ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ എഴുതണം. ഇനി അടുത്തത്, കോലത്തിരിയുടെ ഭൃത്യന്മാർ സാമൂതിരിയെ ഏൽപ്പിച്ചത് എന്താണ് ഏൽപ്പിച്ചത്? അങ്ങനെയാണ് പറയുന്നത്. സമ്മാനപ്പെട്ടി താക്കോലുമാണ് കോലത്തിരിയുടെ ഭൃത്യന്മാർ സാമൂതിരിയെ ഏൽപ്പിച്ചത്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താ? കോലത്തിരി കൊടുത്തയച്ച സമ്മാനപ്പെട്ടി സാമൂതിരി സ്വീകരിച്ചത് എങ്ങനെയായിരുന്നു? ആരെങ്കിലും ഒരാള് പറയാം. തന്റെ ഭൃത്യൻ എങ്ങനെയാ പറയണ്ടേ? തന്റെ ഭൃത്യന്മാരോട് വെള്ളത്തിൽ മുക്കി കൊണ്ടുവരാൻ പറഞ്ഞു. സാമൂതിരി കൽപ്പിച്ചതിന് ശേഷമാണ് സ്വീകരിച്ചത് അല്ലെ? തന്റെ ഭൃത്യന്മാരോട് പെട്ടി വെള്ളത്തിൽ മുക്കിക്കൊണ്ടുവരാൻ സാമൂതിരി കൽപ്പിച്ചതിന് ശേഷമാണ് സ്വീകരിച്ചത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കോലത്തിരിയുടെ കുണ്ഠിതത്തിന് കാരണം എന്ത്? അതായത് കോലത്തിരിയുടെ ദുഃഖത്തിന് കാരണം എന്തായിരുന്നു? തന്റെ തന്ത്രം വല്ലാതെ കുണ്ഠിതമായി. അത്രേ വേണ്ടു. തന്റെ തന്ത്രം ഫലിച്ചില്ലല്ലോ എന്നോർത്താണ് കോലത്തിരിക്ക് കുണ്ഠിതമുണ്ടായത് അല്ലെ? നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സാമൂതിരി കോലത്തിരിക്ക് കൊടുത്തയച്ച സമ്മാനം എന്തായിരുന്നു? വെടിമരുന്ന്. ഒരു പെട്ടിയാണ് സാമൂതിരി കോലത്തിരിക്ക് സമ്മാനമായി കൊടുത്തയച്ചത്. ഇനി തനിക്ക് അമളി പറ്റാതിരിക്കാൻ കോലത്തിരി ചെയ്തത് അതിന്റെ ഫലം എന്തായിരുന്നു?
വെള്ളത്തിൽ മുക്കിയ ശേഷമേ പെട്ടി തുറക്കാവൂ എന്ന് ചിന്തിച്ചു. നിറയെ കടന്നൽ കൂടുകളായിരുന്നു. സൗണ്ട് വല്ലാതെ വരും. ഓക്കെ, ഞാൻ മിസ് പറയാം. ഭൃത്യന്മാരെ കൊണ്ട് പെട്ടി വെള്ളത്തിൽ മുക്കിച്ചു കൊണ്ടുവന്ന് പെട്ടിയിൽ നിറയെ കടന്നൽ കൂടുകളായിരുന്നു. പെട്ടിക്കകത്ത് വെള്ളം കയറിയതോടെ കടന്നലുകളെല്ലാം ഇളകി വശായി. കോലത്തിരി പെട്ടി തുറന്നപ്പോൾ കടന്നലുകൾ കോലത്തിരിയെ കുത്തി അവശനാക്കി. ഇതാണ് സംഭവിച്ചത് അല്ലേ? അപ്പൊ ഇത്രയും ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ ആരുടെ തന്ത്രമാണ് ഫലവത്തായത്? സാമൂതിരിയുടേതോ? സാമൂതിരിയുടെ തന്ത്രമാണ് ഇവിടെ ഫലവത്തായത് അല്ലേ? വെരി ഗുഡ്. നല്ല വ്യക്തി പാഠം ഏതായാലും മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇനി അവിടെ നമുക്ക് അനുബന്ധ പ്രവർത്തനങ്ങൾ എന്താ പറയുന്നത്? ഐതിഹ്യമാലയിൽ നിന്നും ഇതുപോലെ രസകരമായ കഥകൾ കണ്ടുപിടിച്ച് വായിക്കാം. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ ഇനി ചെയ്യാനുള്ളത് അല്ലെ? ഇപ്പൊ ക്വസ്റ്റ്യൻസിന് മിസ് സെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒറ്റക്ക് എഴുതുന്നവരുണ്ടാവും, പക്ഷെ എല്ലാവരും എഴുതില്ല. അപ്പൊ ആ ഒരു സമ്മാനപ്പെട്ടി, 8ാമത്തെ ലെസനായ സമ്മാനപ്പെട്ടി എന്ന പാഠഭാഗം ഫിനിഷ് ആയിട്ടുണ്ട്. ഏതെങ്കിലും കുട്ടികൾ ക്ലാസ്സിൽ ഇല്ലാതിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യണം? ഒന്ന് ആ ക്ലാസ് എടുത്ത് കണ്ടിട്ട് ഇതുപോലെ ക്വസ്റ്റ്യനൊക്കെ ആൻസർ പറയാൻ ആവണം കേട്ടോ. ക്ലാസ്സിൽ കയറാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാ പറഞ്ഞേ. അപ്പൊ നമുക്കിനി എക്സാമിനേക്ക് നമുക്ക് 9 ലെസൺ ആണ് കൃത്യമായി വേണ്ടത്. 9ാമത്തെ ലെസൺ ആണ് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇടയ്ക്ക് കുറച്ച് ക്ലാസ്സുകൾ കിട്ടിയത് കൊണ്ട് നമ്മളെ പാഠം ഏതായാലും ആവും. വാക്യത്തിൽ പ്രയോഗിക്കുക നമ്മ പറഞ്ഞോ? ഇല്ല അല്ലെ? അത് ഞാൻ ഇട്ട് തരാം കേട്ടോ. രണ്ടും കൂടി സെൻഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ അത് അർത്ഥവും ബാക്കിയുള്ള നമ്മുടെ വർക്കുകളൊക്കെ എടുത്ത് എഴുതിയോ നോട്ടിലേക്ക്? യെസ്, ഒരാൾ മാത്രം ചെയ്താൽ പോരെ കേട്ടോ. എല്ലാവരും കൃത്യമായി എഴുതിയെടുക്കണേ. അപ്പൊ നമുക്ക് ഇന്ന് 9th ലെസൺ എന്താണ് പേര്? വൈക്കം കായലിൽ. വൈക്കം കായലിൽ അല്ലെ? അതാണ് വയലാർ രാമവർമ്മയുടെ വയലാർ കൃതികളിൽ നിന്നെടുത്ത വൈക്കം കായലിൽ എന്ന കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ആരുടേതാണ്? വയലാർ രാമവർമ്മ അല്ലെ? വയലാർ രാമവർമ്മയെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? കേട്ടിട്ടുണ്ടോ? നമുക്ക് കുറച്ചവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ആരാണ് വയലാർ രാമവർമ്മ? കണ്ടോ നിങ്ങളത്? ഓക്കെ, വായിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണേ. മലയാളികളുടെ മനം കവർന്ന കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമാണ് വയലാർ രാമവർമ്മ. എന്താണ്? മലയാളികളുടെ മനം കവർന്ന കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമാണ് വയലാർ രാമവർമ്മ. എന്താണ് ചലച്ചിത്രം? സിനിമ. ഓക്കെ, വെരി ഗുഡ്. സിനിമാ ഗാനങ്ങളുടെ രചയിതാവും കൂടിയാണ് ആര്? വയലാർ രാമവർമ്മ. 1928 മാർച്ച് 15 ജനിച്ചു അല്ലെ? അദ്ദേഹം ജനിച്ചത് 1928 മാർച്ച് 15. സർഗസംഗീതം, കൊന്തയും പൂണൂലും, ആയിഷ, മുളങ്കാട്, എനിക്ക് മരണമില്ല തുടങ്ങിയവയാണ് മുഖ്യകൃതികൾ. സർഗസംഗീതത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചലച്ചിത്രഗാന രചയിതാവിനുള്ള പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡലിനും അർഹനായി. 1975 എന്താണ്? ഒക്ടോബർ 27 അദ്ദേഹം നിര്യാതനാവുക. മരിച്ചത്. അപ്പൊ അദ്ദേഹം നിര്യാതനായത്. അപ്പൊ ചലച്ചിത്രഗാന രചയിതാവും ഒപ്പം മലയാളികളുടെ മനം കവർന്ന കവിയുമാണ് ആര്? വയലാർ രാമവർമ്മ. രാമവർമ്മയുടെ ഇഷ്ടം പോലെ ഗാനങ്ങളുണ്ട് കേട്ടോ. അപ്പോ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിന്റെ വൈക്കം കായലിൽ എന്ന കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെ? വൈക്കം കായലിൽ. ഓക്കെ, നമുക്കൊന്നത് പാടി നോക്കാം അല്ലെ? എന്താണ്, എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. കരിമാനമൊന്നു മുഖം കറുപ്പിക്കുകിൽ കലിതുള്ളുമക്കായലിനരികിൽ ഒരു കുടിലുണ്ടായിരുന്നു പണ്ടെന്നുരുണ്ടിരുളിന്റെ നിറമുള്ള ജീവികളും
ഒരു പകലന്തി പടിഞ്ഞാറെരിഞ്ഞെരിഞ്ഞിരുളും പുകയും പരത്തിയപ്പോൾ അലറുമക്കായലിൻ തീരത്തു വന്നു രണ്ടെരിയുന്ന കണ്ണുകൾ നിന്നിരുന്നു. ഇരവിൽ മുഴുവനുമാ നയനങ്ങളാക്കരയിലലഞ്ഞു തിരിഞ്ഞിരുന്നു. അകലത്തിൻ കായലിൻ അലകൾ മുറിച്ചുകൊണ്ടവളുടെ മുക്കുവൻ പോയിരുന്നു. ഒരു ചെറുതോണിയും വലയുമായി ദൂരെയാ തിരകൾ മറിയും ജലപ്പരപ്പിൽ ഇരുനാഴിക്കഞ്ഞിക്ക് വക നേടാനങ്ങനെ ഇരുനാളു മുമ്പയാൾ പോയ പോക്കിൽ അലറുന്ന കായലിൻ അലമാലയക്ഷിമാർ അവളുടെ കാന്തന്റെ തോണി മുക്കി. തലപൊക്കുമോളങ്ങൾ പങ്കായക്കോലിന്റെ തല കൊണ്ടടിക്കുമടികളേൽക്കെ ഉരുളുന്ന പിടയുന്ന കായലിലാ വലച്ചുരുളുമായി തോണിയിലെത്തുവോനെ അവളന്നു കണ്ടില്ല. വേദന തിന്നു തിന്നവളുടെ ചിന്തകൾ നൊന്തുവിങ്ങി. എന്തെങ്കിലും മനസ്സിലായോ? എന്താ മനസ്സിലായത്? എന്തെങ്കിലും മനസ്സിലായോ? പാടിയിട്ടൊന്നല്ല പറയത്. എന്താ മനസ്സിലായത്? ഒന്നും മനസ്സിലായില്ല? അപ്പൊ ഒന്നുകൂടി പാടാം. കരിമാനമൊന്നു മുഖം കറുപ്പിക്കുകിൽ കലിതുള്ളുമക്കായലിനരികിൽ ഒരു കുടിലുണ്ടായിരുന്നു രണ്ടിരുളിന്റെ നിറമുള്ള ജീവികളും. അല്ലേ? എന്താ പറഞ്ഞേ? കരിമാനമൊന്ന് മുഖം കറുപ്പിക്കുകിൽ കലിതുള്ളുമക്കായലിനരികിൽ ഒരു കുടിലുണ്ടായിരുന്നു പണ്ടൊന്നുരുണ്ടിരുളിന്റെ നിറമുള്ള ജീവികളും. ആ ലൈൻസിന് എന്തെങ്കിലും മനസ്സിലായോ? കരിമാനമൊന്ന് മുഖം കറുപ്പിക്കുകിൽ കലിതുള്ളുമക്കായലിനരികിൽ ഒരു കുടിലുണ്ടായിരുന്നു. ഒരു കുടിലുണ്ടായിരുന്നു. അവിടെയോ എന്തുണ്ടായിരുന്നു? പണ്ടെന്നിരുളിന്റെ നിറമുള്ള ജീവികളും. ഇരുളിന്റെ നിറം എങ്ങനെയാ? എന്താണ് ഇരുളിന്റെ നിറം? ആർക്കും അറിയില്ലേ? അതാണ് പറഞ്ഞത്. എന്നിട്ട് മനസ്സിലായില്ല അല്ലെ? കരിമാനമൊന്നു മുഖം കറുപ്പിക്കുകിൽ കലിതുള്ളുമക്കായലിനരികിൽ ഒരു കുടിലുണ്ടായിരുന്നു പണ്ടൊന്നുരണ്ടിരുളിന്റെ നിറമുള്ള ജീവികളും. ഒരു പകലന്തി പടിഞ്ഞാറെരിഞ്ഞെരിഞ്ഞിരുളും പുകയും പരത്തിയപ്പോൾ അലറുമക്കായലിൻ തീരത്തു വന്ന് രണ്ടെരിയുന്ന കണ്ണുകൾ നിന്നിരുന്നു. അല്ലേ? എന്താ പറഞ്ഞേ? മൊത്തം മിസ് പറഞ്ഞുതരാം. ഇനി ഇരവിൽ മുഴുവനുമാ നയനങ്ങളാ കരയിലലഞ്ഞു തിരഞ്ഞിരുന്നു. അകലത്തിൻ കായലിൻ അലകൾ മുറിച്ചുകൊണ്ട് അവളുടെ മുക്കുവൻ പോയിരുന്നു. ഒരു ചെറുതോണിയും വലയുമായി ദൂരെയാ തിരകൾ മറിയും ജലപ്പരപ്പിൽ ഇരുനാഴിക്കഞ്ഞിക്ക് വക നേടാനങ്ങനെ ഇരുനാളു മുമ്പയാൾ പോയ പോക്കിൽ അലറുന്ന കായലിൻ അലമാലയക്ഷിമാർ അവളുടെ കാന്തന്റെ തോണി മുക്കി. തലപൊക്കുമോളങ്ങൾ പങ്കായക്കോലിന്റെ തല കൊണ്ടടിക്കുമടികളേൽക്കെ ഉരുളുന്ന പിടയുന്ന കായലിലാ വലച്ചുരുളുമായി തോണിയിലെത്തുവോനെ അവളന്ന് കണ്ടില്ല. വേദന തിന്നു തിന്നവളുടെ ചിന്തകൾ നൊന്തുവിങ്ങി. അല്ലേ? ഇപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ പാട്ട്? ഇല്ലേ? ഇല്ല. നമുക്ക് പറയാം അല്ലേ? എന്താ പറയുന്നത്? കരിമാനമൊന്നും മുഖം കറുപ്പിക്കുകിൽ. കരിമാനം എങ്ങനെയാ മുഖം കറുപ്പിക്കുക? ഇപ്പൊ ഏകദേശം ആ ഒരു ടൈപ്പിലാണ് നമ്മുടെ മാനം ഉള്ളത്. ഇവിടെ ആകെ ഒന്ന് കറുത്തിട്ടാ ഉള്ളത്. മഴ ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ട് കൂടി ആകാശത്തേക്ക് കയറി ഇങ്ങനെ മഴ പെയ്യാനുള്ള വെമ്പലിൽ നിൽക്കുന്നല്ലേ?
കലിതുള്ളുമക്കായലിനരികിൽ. കലിതുള്ളി വരുന്ന കായൽ അല്ലേ? എങ്ങനെയാ മഴക്കാലത്ത് ഉണ്ടാവുക? നല്ല ശക്തിയിൽ ആർത്തളിച്ച് വരുന്നതായിരിക്കും അല്ലേ? ആ, കായലിനരികിൽ അരികിലായിട്ട് എന്തുണ്ട്? ഒരു കുടിലുണ്ടായിരുന്നു. കുടില് എന്താ? കുടില് കുഞ്ഞു വീട്. കുഞ്ഞു വീട്, ചെറിയ വീട്, അതിനാ പറയാ കുടില്. ഒരു കുടിലുണ്ടായിരുന്നു. അവിടെയോ? അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? പണ്ട് അവിടെ ആരുണ്ടായിരുന്നു? രണ്ടിരുളിന്റെ നിറമുള്ള ജീവികളും. ഇരുളിന്റെ നിറമുള്ള പറഞ്ഞേ കറുത്തവര്, കറുപ്പ് നിറമുള്ള ആളുകളും അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ എന്താ പറഞ്ഞത് ആദ്യത്തെ ലൈനില്? ആദ്യത്തെ 4 ലൈൻസിൽ എന്താ പറഞ്ഞേ? കരിമാനമൊന്ന് മുഖം കറുപ്പിക്കുകിൽ. ഇപ്പൊ മഴക്കാലാണ് അല്ലേ? നല്ല കറുത്തിരുണ്ട് വരുന്ന സമയത്ത് ഇപ്പൊ കലിതുള്ളും. ആ സമയത്ത് എന്താ? വർഷകാലത്ത് മഴക്കാലത്ത് എങ്ങനെയാ ഉണ്ടാവുക? കായല് കലിതുള്ളിയിട്ടാണ് ഉണ്ടാവുക അല്ലേ? ഓക്കെ. കടലായാലും കായലായാലും ഒക്കെ എങ്ങനെ ഉണ്ടാവും? വർഷകാലത്ത് നല്ല ശക്തിയിൽ വെള്ളമൊക്കെ ഉള്ള സമയമായിരിക്കും അല്ലേ? കലിതുള്ളി നിൽക്കുന്ന ഉണ്ടാവല്. ആ സമയത്താണ് ആളുകളൊക്കെ പിടിച്ചു പിതുങ്ങുക കടലിൽ പോയാലൊക്കെ അല്ലേ? അപ്പൊ കലിതുള്ളി നിൽക്കുന്ന പറഞ്ഞെന്താ? ദേഷ്യപ്പെട്ട് നിൽക്കുന്നു എന്ന അർത്ഥത്തിൽ കടലിന് എങ്ങനെയാ ഉണ്ടാവുക? നല്ല ശക്തിയിൽ നല്ലോണം വെള്ളമുള്ള സമയമായിരിക്കും അല്ലേ? അതാ പറഞ്ഞു. ഇപ്പോ ഒരു കുടിലുണ്ടായിരുന്നു. അവിടെ ഒരു കുടിലുണ്ടായിരുന്നു പണ്ട് അല്ലേ? അവിടെയോ രണ്ടിരുളിന്റെ നിറമുള്ള 2 ജീവികളും 2 മനുഷ്യരും ഉണ്ടായിരുന്നു. കറുത്തവരായ 2 മനുഷ്യരും ഉണ്ടായിരുന്നു. ഇനി ഒരു പകലന്തി പടിഞ്ഞാറെരിഞ്ഞെരിഞ്ഞിരുളും പുകയും പരത്തിയപ്പോൾ. ഒരു പകൽ അന്തി വരെ, രാവിലെ മുതൽ രാത്രി വരെ, അതാ പറഞ്ഞ ഒരു പകലന്തി അല്ലേ? പടിഞ്ഞാറെരിഞ്ഞെരിഞ്ഞിരുളും പുകയും പരത്തിയപ്പോൾ. എന്താണ് പരത്തിയപ്പോൾ? ഇരുളും പുകയെന്ന് പറഞ്ഞാല് രാവിലെ പകലൊക്കെ കഴിഞ്ഞ് രാത്രിയാവുമ്പോ എങ്ങനെയാ? ഇരുളല്ലാവും അല്ലെ? പരത്തിയപ്പോൾ എന്താണ്? അലറുമക്കായലിൻ തീരത്തു വന്ന് 2 എരിയുന്ന കണ്ണുകൾ നിന്നിരുന്നു. അപ്പോ ആ കായലിന്റെ അരികത്ത് വന്നിട്ട് എന്ത്? രാവിലെ മുതൽ വൈകുന്നേരം രാത്രി ആവുമ്പോ ആര് വന്ന് നിൽക്കുന്നുണ്ട് കായലിനരികെ? 2 എരിയുന്ന കണ്ണുകൾ. അപ്പൊ ആരെയാ പറഞ്ഞറിയോ? ഒരു പെണ്ണുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടോ? അവിടെ അതാണ് 2 എരിയുന്ന കണ്ണുകൾ. അപ്പോ എന്താ പറഞ്ഞേ? അവിടെ അവള് വന്ന് നിൽക്കുന്നുണ്ട്. എന്തിനാ? നമ്മൾ എന്തിനാ ഒരാളെ ഇപ്പം നമ്മിപ്പോ എല്ലാരും നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ വന്ന സമയത്ത് ഏകദേശം 4 മണി 4:30 നിങ്ങൾ എത്തുന്നുണ്ടാവുക വീട്ടിലേക്ക് അല്ലേ? ആ എത്തുന്ന സമയമാകുമ്പോ ആര് വന്ന് നോക്കും? സ്വാഭാവികമായി നോക്കുവോ? 4:30 സമയത്ത് നിങ്ങൾ എത്തുന്നില്ലെങ്കിലോ അമ്മ എവിടെ ഉണ്ടാവും? ആ, അമ്മ ഒന്നിക്കൽ സിറ്റ് ഔട്ടിൽ ഉണ്ടാവും. റോഡ് അടുത്താണെങ്കിൽ അല്ലേ? സിറ്റ് ഔട്ട് വന്നിങ്ങനെ നോക്കും, എന്റെ മോളെന്തേ വരാത്ത, അല്ലെങ്കിൽ എന്റെ മോൻ എന്തേ എത്താത്തേ, എത്തുന്ന സമയമായിട്ടും കാണുന്നില്ലല്ലോ നിലയില് വെയിറ്റ് ചെയ്യൂ അല്ലേ? ആ, പുറത്ത്. പിന്നെ അമ്മക്ക് എവിടെ ഒരു സമാധാനം ഉണ്ടാവൂല അല്ലേ? അയ്യോ കുഞ്ഞ് വന്നില്ലല്ലോ എന്നില്ലേ? അപ്പൊ നോക്കുന്നുണ്ടാവും. അതുപോലെ ഇനിയിപ്പോ അവരുടെ ഭർത്താവാണ് വരുന്ന സമയത്ത് എത്തുന്നില്ലെങ്കിലോ അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അല്ലെ? വീട്ടിലുള്ളവര് അങ്ങനെയല്ലേ? അമ്മയായാലും അച്ഛനെത്തുന്ന സമയമായിട്ടും എത്തുന്നില്ലെങ്കിലും മക്കളും എന്തിനാ? ചിലപ്പം പലഹാരക്കെട്ടൊക്കെ കൊണ്ടായിരിക്കും വരുക അല്ലെ രാത്രിക്ക് അച്ഛൻ. അതുകൊണ്ട് ഇങ്ങനെ നോക്കും, ശരി അച്ഛൻ എന്തേ വരാത്തേ എന്ന് വിചാരിച്ച്. അപ്പൊ അതുപോലെ ഇവളെന്ത് ചെയ്തു? ഇവളെ ഭർത്താവിനെ രണ്ടാളവിടെ താമസിപ്പിണ്ടായിരുന്നു. ആരൊക്കെ? ആ മുക്കുവനും മുക്കുവന്റെ ഭാര്യയും, ഭാര്യ ഭർത്താക്കന്മാർ. അതാണ് ആദ്യത്തെ ലൈൻസിൽ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? അപ്പൊ പകലന്തി പടിഞ്ഞാറെരിഞ്ഞെരിഞ്ഞിരുളും പുകയും പരത്തിയപ്പോൾ. ഒരു പകലന്തി രാത്രി ആവുമ്പോൾ, ആര്? അന്തി വൈകുന്നേരം ആവുമ്പോ. ആര്? സന്ധ്യ എന്നാ പറഞ്ഞ അന്തി അല്ലെങ്കിൽ രാത്രി. അപ്പം ആ സമയം ആവുമ്പോ ഇവര് ഭർത്താവിനെ ഇങ്ങനെ നോക്കി നിൽക്കുക. 2 എരിയുന്ന ഇങ്ങനെ ദൂരത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അതാണ് പറഞ്ഞ 2 എരിയുന്ന കണ്ണുകൾ ഭർത്താവിനെ കാത്തു നിൽക്കുന്നതിന്റെ ഒരു ഇതാണ് അതില് സൂചിപ്പിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? 2 എരിയുന്ന കണ്ണുകൾ നിന്നിരുന്നു. ഇരവിൽ മുഴുവനും ആ നയനങ്ങൾ അക്കരയിലലഞ്ഞു തിരിഞ്ഞിരുന്നു അല്ലേ? രാത്രി മുഴുവൻ ഇങ്ങനെ ആ കണ്ണ് കായലിൽ മുഴുവൻ കണ്ണിങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുക. എന്തേ? ഭർത്താവ് ഇതുവരെ എത്തിയില്ല. അതുകൊണ്ട് ഇരവിൽ മുഴുവനും ആ നയനങ്ങൾ അക്കരയിലലഞ്ഞ് തിരിഞ്ഞിരുന്നു അല്ലേ? കണ്ണിങ്ങനെ നോക്കിക്കൊണ്ട് അവിടെ
വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുവാണ്. അതാണ് അത്രപ്പോര ലൈൻസിൽ പറയുന്നത്. ഒന്നുകൂടി മിസ് വായിക്കാം. കരിമാനമൊന്നു മുഖം കറുപ്പിക്കുകിൽ കലിതുള്ളുമക്കായലിനരികിൽ ഒരു കുടിലുണ്ടായിരുന്നു. പണ്ടൊന്നുരുണ്ടരി രണ്ടിരുളിന്റെ നിറമുള്ള ജീവികളും. ഒരു പകലന്തി പടിഞ്ഞാറെരിഞ്ഞെരിഞ്ഞിരുളും പുകയും പരത്തിയപ്പോൾ അലറുമക്കായലിൻ തീരത്തു വന്നു രണ്ടെരിയുന്ന കണ്ണുകൾ നിന്നിരുന്നു. ആരെ? ഭർത്താവിനെ, മുക്കുവനെ. മത്സ്യം എന്താ പണി? മത്സ്യം പിടിക്കാൻ പോയിട്ടുള്ള മുക്കുവനാണല്ലേ. അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെ? ഭാര്യ. ഓക്കേ. അപ്പോ എന്താ പറഞ്ഞേ? അവര് നോക്കിക്കൊണ്ട്, ഭർത്താവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട് നിൽക്കുവാണ് അല്ലെ. അപ്പോ കരിമാനം മുഖം കറുപ്പിക്കുക, ആദ്യത്തെ അത്രപ്പരം മധ്യമക്കുന്നു അല്ലെ. കരിമാനം ഒന്ന് മുഖം കറുപ്പിക്കുക പറഞ്ഞ എന്താ? മഴക്കാറുള്ള മാനമാണ് അവിടെ കരിമാനം അല്ലെ. പിന്നെയോ ആ മാനത്തിന്റെ മുഖം കറുക്കണമെങ്കിൽ എന്താ വേണ്ടേ? എങ്ങനെ ഉണ്ടാവുക? കട്ടിയേറിയ മഴ ഉണ്ടാകണം. അപ്പോഴാണ് മുഖം, മാനത്തിന്റെ മുഖം കറുക്കുക പറഞ്ഞ അതാണ് അർത്ഥം കേട്ടോ മക്കളെ. അപ്പൊ കട്ടിയുള്ള മഴ ഉണ്ടാകണം അല്ലെ. ഇനി എന്താ? നയനം, കണ്ണ്. കുറച്ച് അർത്ഥവും ഉണ്ട് അല്ലേ, നമ്മളെ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ എത്ര പേര് ആ ഒരു അത്രയും ലൈൻസ് ഒന്നുകൂടി ഞാൻ വായിക്കാം. ഇനി അവിടെ എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? മഴയോടൊപ്പം കാറ്റുണ്ടായി, ഓളമിളകി, ഇത് മാനം മുഖം കറുപ്പിച്ചപ്പോൾ. ഇവിടെ ഉണ്ട് കേട്ടോ, കലിതുള്ളുമക്കായൽ. മഴയോടൊപ്പം എന്തുണ്ടായി? കാറ്റുണ്ടായി, ഓളമിളകി, ഇത് മാനം മുഖം കറുപ്പിച്ചപ്പോൾ, ദേഷ്യഭാവം കാണിച്ചപ്പോൾ കായലിനും കലി കയറിയതായി, അതായത് ദേഷ്യം വന്നതായി വർണ്ണിക്കുന്നു. പിന്നെന്താ പറഞ്ഞേ? അന്തി പടിഞ്ഞാറെരിഞ്ഞെരിഞ്ഞിരുളും പുകയും പടർത്തുന്നു. എന്താണ് അന്തി? എരിഞ്ഞെരിഞ്ഞടിയ പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നത്. അപ്പൊ സൂര്യൻ അസ്തമിക്കുന്നതാണ് ഏത്? അന്തി. അന്തി സന്ധ്യ അല്ലെങ്കിൽ രാത്രി. പകൽ മറിഞ്ഞപ്പോൾ എന്തുണ്ടാവും? പകല് പോകുമ്പോ എന്താ ഉണ്ടാവുക മക്കളെ? വെളിച്ചം പോകുമ്പോ ഇരുട്ട് അല്ലെ, ഇരുട്ട് വരും. അപ്പൊ ഇരുട്ട് പരന്നു. പുക എന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തമായി ഒന്നും കാണാനാവാത്ത അവസ്ഥ, അതായത് ഇരുട്ട് അല്ലേ. ഓക്കെ, അത്രയാണ് അതിലുള്ളത്. ഒന്നുകൂടി പാടാം, എന്നിട്ട് നിങ്ങൾക്കൊന്ന് പാടാൻ പറ്റുമോ നോക്കാം നമുക്ക് അല്ലെ. കരിമാനമൊന്നു മുഖം കറുപ്പിക്കുകിൽ കലിതുള്ളുമക്കായലിനരികിൽ ഒരു കുടിലുണ്ടായിരുന്നു. പണ്ടും രണ്ടിരുളിന്റെ നിറമുള്ള ജീവികളും. ഒരു പകലന്തി പടിഞ്ഞാറെരിഞ്ഞെരിഞ്ഞിരുളും പുകയും പരത്തിയപ്പോൾ അലറുമക്കായലിൻ തീരത്തു വന്നു രണ്ടെരിയുന്ന കണ്ണുകൾ നിന്നിരുന്നു. ഇരവിൽ മുഴുവനും ആ നയനങ്ങളാക്കരയിലലഞ്ഞു തിരിഞ്ഞിരുന്നു. അകലത്തിൻ കായലിൻ അലകൾ മുറിച്ചുകൊണ്ടവളുടെ മുക്കുവൻ പോയിരുന്നു. ഒരു ചെറുതോണിയും വലയുമായി ദൂരെയാ തിരകൾ മറിയും ജലപ്പരപ്പിൽ. ഇരുനാഴിക്കഞ്ഞിക്കു വക നേടാനങ്ങനെ ഇരുനാളു മുമ്പയാൾ പോയ പോക്കിൽ. അലറുന്ന കായലിൻ അലമാലയക്ഷിമാർ അവളുടെ കാന്തന്റെ തോണി മുക്കി. തലപൊക്കുമോളങ്ങൾ പങ്കായ കോലിന്റെ തല കൊണ്ടടിക്കുമടികളേൽക്കെ. ഉരുളുന്ന പിടയുന്ന കായലിലാ വലച്ചുരുളുമായി തോണിയിലെത്തുവോനെ. അവളെന്നു കണ്ടില്ല വേദന തിന്നവളുടെ ചിന്തകൾ നൊന്തുവിങ്ങി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കരയിൽ അലഞ്ഞു തിരിഞ്ഞിരുന്നു, അതുവരെ ഒന്ന് വായിച്ചേ. ആരാ വായിക്കുവാ? മിസ് ഞാൻ വായിക്കാം. ഓക്കെ, അല്ല ഒന്ന് വായിച്ചു. പാഠം 9. വൈക്കം കയറി. കരിമാനം എന്ന് മുഖം കറുപ്പിക്കുങ്കിൽ കായലിനരികിൽ ഒരു കുടിലുണ്ടായിരുന്നു. പണ്ടെന്നൊരുളിന്റെ നിറമുള്ള ജീവികളും.
ഒരു പകലന്തി പടിഞ്ഞാറെരിഞ്ഞെരിഞ്ഞിരുളും പുകയും പരത്തിയപ്പോൾ അലറു മക്കായലിൻ തീരത്ത് വന്ന് രണ്ടെരിയുന്ന കണ്ണുകൾ നിന്നിരുന്നു. ഇരവിൽ മുഴുവനും നയനങ്ങൾ തന്നെ കണ്ണുകള്. നയനങ്ങളാ കരയിൽ നലഞ്ഞു തിരിഞ്ഞിരുന്നു. അകലത്തിൽ കായലിൽ അത് മതി മോളെ, പഠിച്ചത് വരെ മതി. ഇനി ആരാ പാടുന്നേ? ഇന്ന് ആർക്കും പാടാനില്ലേ? ഓക്കെ, പാടിക്കോ. സിൻഡോ, സൂര്യദേവ്, അദ്വൈത്, കമൽ, മുഹമ്മദ് ഷക്സ ഇവരൊക്കെ അല്ല, മുഹമ്മദ് ഷംവീൽ ഇവരൊക്കെ എന്ത് ചെയ്യണം? വീഡിയോ ഓൺ ആക്കണം. ആൻഡ്രോസ് പ്രിൻസ്. ആരാ പാടുന്നേ? നെറ്റ് കുറഞ്ഞോണ്ടാ വീഡിയോ ഓഫ് ആക്കിയത്. ഓക്കെ ഓക്കെ, എന്നാ കുഴപ്പമില്ല. ആരാ ഇനി പാടുന്നു പറഞ്ഞ ഇപ്പൊ എന്നോട്? ആരുമില്ലേ? പാട്. ദേവാഞ്ജന. നെറ്റില്ലേ? പാഠം 9. വൈക്കം കായലിൽ കരിമാനമൊന്നു മുഖം കറുപ്പിക്കുകയിൽ കളിതുള്ളുമക്കായലിനരികിൽ ഒരു കുടിലുണ്ടായിരുന്നു. പണ്ടൊന്നു രണ്ടിരുളിന്റെ നിറമുള്ള ജീവികളും ഒരു പകലന്തി പടിഞ്ഞാറെരിഞ്ഞെരിഞ്ഞുരുളും പുകയും പരത്തിയപ്പോൾ അലറുമാ കായലിൻ തീരത്തും വന്നു രണ്ടെരിയുന്ന കണ്ണുകൾ നിന്നിരുന്നു. ഇരവിൽ മുഴുവനും കരയിലലഞ്ഞു തിരിഞ്ഞിരുന്നു. അകലത്തിൽ കായലിൽ. ഇനി ആൻഡ്രോസ്, നമ്മ പഠിച്ചത് വരെ മതി കേട്ടോ. ആൻഡ്രോസ്, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ്രോസ്. കരിമാനമൊന്നു മുഖം കറുപ്പിക്കുകയിൽ കളിതുള്ളു മക്കായലിനരികിൽ ഉണ്ടായിരുന്നു. പണ്ടൊരു രണ്ടിരുളിന്റെ നിറമുള്ള ജീവികളും ഒരു പകലന്തി പടിഞ്ഞാറെരിഞ്ഞെരിഞ്ഞിരുളും പുകയും പരത്തിയപ്പോൾ അലറുമക്കായലിൻ തീരത്ത് വന്നു രണ്ടെരിയുന്ന കണ്ണുകൾ നിന്നിരുന്നു. ഇരവിൽ മുഴുവനും കരയിലലഞ്ഞു തിരിഞ്ഞിരുന്നു. ഇലകൾ മുറിച്ചു കൊണ്ടവൾ. അതിമോളെ പഠിച്ചത് വരെ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ആരാ പാടുന്നേ? ആരാ ഞാൻ വായിക്കുന്നു പറഞ്ഞാളെ? വായിച്ചോ. പാഠം 9. വൈക്കം കായലിൽ കരിമീനൊന്ന് മുഖം കറുപ്പിക്കുകയിൽ കരിതുള്ളുമക്കായലിനരികിൽ ഒരു കുടിലുണ്ടായിരുന്നു. പണ്ടൊന്നൊരിന്റെ നിറമുള്ള ജീവികളും ഒരു പകലന്തി പടിഞ്ഞാറെരിഞ്ഞെരിഞ്ഞിരുളും പുകയും പരത്തിയപ്പോൾ അലറുമക്കായലിൻ തീരത്ത് വന്നു രണ്ടെരിയുന്ന കണ്ണുകൾ നിന്നിരുന്നു. ഇരവിൽ മുഴുവനും നയനങ്ങളാ കരയിലലഞ്ഞു തിരിഞ്ഞിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? ആദിദേവ്. ആദിദേവ് പാടിക്കോ.
കരിമാനമൊന്നു മുഖം കറുപ്പിക്കുകയിൽ കലിതുള്ളുമക്കായലിനരികിൽ ഒരു കുടിലുണ്ടായിരുന്നു പണ്ടൊന്നു രണ്ടിരുളിന്റെ നിറമുള്ള ജീവികളും ഒരു പകലന്തി ഇരുളും പുകയും പരത്തിയപ്പോൾ അലറുമാ കായലിൻ തീരത്തു വന്നു രണ്ടെരിയുന്ന കണ്ണുകൾ നിന്നിരുന്നു. ഇവിടിൽ മുഴുവനുമാന കരയിലലഞ്ഞു കരയിലലഞ്ഞു തിരിഞ്ഞിരുന്നു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? അടുത്ത ആരാ പാടുന്നേ? ഇത്രേ ഉള്ളൂ, 3 മിനിറ്റ്. സേറയാ? സൂര്യദേവ് വായിക്കാം. ഓക്കെ, സൂര്യദേവ് വായിച്ചു. കരിമാനമെന്നു മുഖം കറുപ്പിക്കയിൽ കലിതുള്ളുമക്കായലിൽ നിന്നരികിൽ ഒരു കുടിലുണ്ടായിരുന്നു പണ്ടൊന്നൊരു ഇരുളിന്റെ നിറമുള്ള ജീവികളും ഒരു പകലന്തി പടിഞ്ഞാറിരിഞ്ഞിരിഞ്ഞുള്ളും പുകയും പരത്തിയപ്പോൾ അലറും മക്കായലിൽ തീരത്തു രണ്ടൊരു കണ്ണുകൾ നിന്നിരുന്നു. ഇരുവിൽ മുഴുവനും കരയിലലഞ്ഞു തിരിഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ മക്കളെ, നമ്മളെ സമയം കഴിയാറായി. ഓക്കെ, ബൈ. ഞങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങനെ തിരക്കായി നിൽക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ, ഓക്കെ. അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, ബൈ.